ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയും എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കി കൊടുക്കുന്നത്. അതുവഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗവും നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പുകൾ, അപ്പോൾ എന്നെ നേരിട്ടിറങ്ങിയ ജോബ് വേക്കൻസികൾ, അങ്ങനെയുള്ള ജോബ് വേക്കൻസികളാണ്. എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ സഹായമായിട്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടി ഏജൻസിമാരെ തട്ടിപ്പൊന്നുമില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് പോകേണ്ടതില്ല ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പണം കൊടുക്കുന്നതിന് മുന്നേ എന്നോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ പണം നഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലും ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്ന എല്ലാം ഫ്രീ ജോബ് വേക്കൻസി എന്ന് തന്നെയാണ്. വിസകൾ, അതായത് ജോബ് വിസകൾ, ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ എന്ന് തന്നെയാണ് നമ്മോട് പറയുന്നത്. നമുക്ക് എല്ലാ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് നമുക്കത് നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു നമ്പറിൽ നമ്മൾ കോൾ ചെയ്ത ജോബിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം 100 രൂപയോളം നമുക്ക് നഷ്ടം വരും. അങ്ങനെ ഞാൻ ഇടുന്നത് ഒരു ദിവസം എങ്ങനെ നോക്കിയാലും 30-ൽ കൂടുതൽ ജോബ് വേക്കൻസികളാണ്. ഞാനിവിടെ വർക്ക് ചെയ്ത് കിട്ടുന്ന എൻ്റെ ശമ്പളം മുഴുവൻ യൂസ് ചെയ്താൽ പോലും നമുക്ക് തീരാൻ പറ്റാത്ത അത്രയും ബാധ്യതകൾ എനിക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ CV മാത്രം അയച്ചു കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായി. ഒരാൾ പൈസ കൊടുത്തിട്ട് അവരുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത്. അതായത് 10,000 രൂപയാണ് അവരുടെ നഷ്ടപ്പെട്ടത്. പക്ഷേ 1 രൂപയാണെങ്കിൽ 10,000 രൂപയാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ ഒത്തിരി നാൾ മുന്നേ മുതൽ പറഞ്ഞതാണ്, ഞാൻ ഈ ചാനലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോബ് വേക്കൻസികൾ ഇടുന്നത്, എൻ്റെ സ്വന്തം കുടുംബത്തിൽ ഇതേപോലെ ഏജന്റിനാൽ പറ്റിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ജോബ് വേക്കൻസികൾ ഇടാൻ വേണ്ടി സന്നദ്ധനായി ഞാൻ മുന്നോട്ട് വന്നത്. ഇതൊരു കുക്കിംഗ് ചാനലും അതേപോലെ തന്നെ ഒരു ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് തുടങ്ങണം എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലേക്കാട്ടിൽ എത്രയോ നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനിത് കൊണ്ട് നടക്കുന്നത്. എനിക്ക് പല സിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ മുടങ്ങാതെ ജോബ് ഇടുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കിതിനകത്ത് യാതൊരു വിധത്തിലെ സാമ്പത്തിക ലാഭവുമില്ല. ഇതെല്ലാം ഞാൻ പല വീഡിയോയിലും വ്യക്തമാക്കുന്നതാണ്. ഞാനും ഒത്തിരി പൈസ കടമുള്ളൊരു വ്യക്തിയാണ്. 10-12 ലക്ഷം രൂപ എനിക്കും കടമുണ്ട്. ഞാനൊരു വീട് വെച്ചതിൻ്റെ ബാധ്യത എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരിക്കലും അല്ല. അത് ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാനൊരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതല്ല. ഞാനും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിന്നിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ നേരിട്ടിറക്കുന്ന ജോബാണ്, എനിക്കതിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ എല്ലാവരോടും, നമ്മുടെ ഫാമിലിയിലുള്ള, അതായത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക. കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ ജോബ് മേടിച്ചു കൊടുത്ത ആളുകളിൽ നിന്നും 1 രൂപ പോലും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പോലും എന്നെ അറിയില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊരു ജോബുണ്ട്. ആ ജോബിൽ ഞാൻ തൃപ്തനാണ്. ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ അതിനകത്ത് ജീവിച്ച് പോകുന്നുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. ആരും പൈസ കൊടുക്കരുത്. അതായത് ഫ്രീ ജോബുകളാണ്. അത് നിങ്ങൾ അഥവാ പൈസ കൊടുക്കുന്നില്ല, സ്വന്തം റിസ്കിലായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിലേക്കുള്ള അവിടെയുള്ള ആരെങ്കിലുമൊക്കെ പോയി അന്വേഷിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കണം പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. എന്നോട് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അവരെ നേരിട്ടറിയില്ല. അത് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നെ നേരിട്ട് അറിയിച്ചാൽ ആരെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് അറിയിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്. അതിനകത്താരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നമുക്ക് അതിന് മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ.